തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു സ്വപ്ന പദ്ധതി കൂടിയായിരുന്നു. തിരുവഞ്ചൂർ തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുകയാണ്. ഇപ്പോൾ മേൽക്കൂര പൊളിച്ച് മാറ്റണമെന്നാണ് ഇപ്പോൾ ഈ ബലപരിശോധന റിപ്പോർട്ടിൽ പറയുന്നത്. ഗവൺമെൻറ്റിന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, പക്ഷേ ആ നീതിയാണോ എന്നവർ ആലോചിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൻ്റെ കേസ് ഹിസ്റ്ററി എടുത്ത് നോക്കാം. 2016 പണി ആരംഭിച്ചതാണ്. അതിനു മുമ്പ് തന്നെ 2015 AS-ഉം TS-ഉം കൊടുത്ത കേസാണ്. AS-ഉം TS-ഉം കൊടുത്ത് നിയമപരമായി ഒരു ഏജൻസിയെ ഏൽപ്പിച്ച് ആ ഏജൻസി ടെൻഡർ വിളിച്ച് പുറത്തൊരു വർക്ക് കൊടുത്ത് ആ വർക്കിൻ്റെ 50% അവർ ചെയ്തു. അതിനുശേഷം അതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ചെയ്ത വർക്കിൻ്റെ ഏകദേശ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നു നയപരമായ പ്രശ്നമാണ്, അത് അപ്രായോഗികമാണ് എന്നാണ് പറയുന്നത്. ഈ അപ്രായോഗികത പറയേണ്ട ഇപ്പോഴാണോ? രണ്ടാമത്തെ പ്രശ്നം ഇത് കോടതിയിലുണ്ടല്ലോ. കോടതിയിലുണ്ടെങ്കിൽ ആ കാര്യം കോടതിയല്ലേ ആദ്യം അറിയിക്കേണ്ടത്. കോടതിയിൽ അറിയിക്കാതെ കോടതിക്ക് പുറത്താണ് ഈ കാര്യങ്ങൾ പ്രഖ്യാപനമൊക്കെ നടക്കുന്നത്. കോടതിയിൽ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. 7 പ്രാവശ്യം കോടതിയിൽ നിന്ന് ആവർത്തിച്ച് ഓരോ ഡയറക്ഷൻസ് വന്നിട്ടുണ്ട്. ആ ഡയറക്ഷൻസ് ഒന്നും ഉത്തരവില്ല, അവർ ഒളിച്ച് കളിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബോധപൂർവമായിട്ട് ഇത് തകർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത്. രാഷ്ട്രീയ പ്രതികാരം തീർക്കൽ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? രാഷ്ട്രീയ പ്രതികാരമാണെന്ന് തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം കോട്ടയം നിയോജക മണ്ഡലത്തിലെ സകല വർക്കുകളും ചവിട്ടിപ്പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. MLA ഫണ്ട് ഉപയോഗിച്ച് മാത്രമാണ് ഞങ്ങൾ ചില പണികൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചില്ലേ? ആദ്യഘട്ടത്തിൽ നിർമ്മാണം വന്ന കിക്കോയാണ് ചെയ്തത്. അതിനുശേഷം ഊരാളുങ്കലിനെ കൊടുക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് അത് കിട്ടാത്തവരുള്ള ചില കലിപ്പ് അങ്ങനെയാണോ? ഇവർ അൺഒഫീഷ്യലായിട്ട് ഊരാളുങ്കലിന് കൊടുക്കാമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെ ഏജൻസി എന്നുള്ളത് പ്രശ്നമല്ലല്ലോ, പണി തീരുക എന്നുള്ളതല്ലേ പ്രശ്നം. അപ്പോൾ ഊരാളുങ്കലിന് കൊടുപ്പിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു നിർബന്ധ ബുദ്ധിയായി വരുന്നു എന്നെനിക്ക് തോന്നി. അതാണ് പ്രധാനപ്പെട്ട കാരണം. പക്ഷേ കിഡ്കോയെ ഏൽപ്പിച്ച ഒരു കാര്യത്തിനകത്ത് പിന്നെ നമുക്കെങ്ങനെയാണ് മാറ്റി ചിന്തിക്കാൻ പറ്റുക? അത് ആ ഏജൻസി തന്നെ നോക്കണം. ആ ഏജൻസിക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, പാർട്ട് പേയ്മെൻ്റ് ഉണ്ട്. ആ പാർട്ട് പേയ്മെൻറ്റ് നിൽക്കുന്നതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പിന്നെ ഏജൻസി മാറണം എന്നൊരു നിർബന്ധ ബുദ്ധി വെച്ചാൽ നടക്കുമോ? അപ്പോൾ ഇത് എന്നാൽ ഊരാളുങ്കലില്ലെങ്കിൽ പൊട്ടിച്ചു കളയും, ആ നിലപാടാണ്. കോട്ടയം പട്ടണത്തോട് അങ്ങനെ അനീതി കാണിക്കരുത്. ഇവിടെ എത്രയോ കേസുകളാണ്. നമ്മളുടെ ഈ ഡെവലപ്മെൻറ്റ് ഹിസ്റ്ററി കോട്ടയത്തെ എടുത്ത് നോക്കിയാൽ മതി. എല്ലാം ചവിട്ടി മുക്കുകയാണ്, എല്ലാം തകർക്കുകയാണ്. നിഷ്ഠൂരമായൊരു നിലപാടാണ്. ആ നടപടി ഒരിക്കലും ഈ ബലപരിശോധന റിപ്പോർട്ട് വരുന്നത് ഇന്നലെയാണ്. പക്ഷേ അതിന് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് ഒളിച്ചു മാറ്റണമെന്നൊക്കെ നിയമസഭയിൽ പറഞ്ഞതുണ്ട്. 2024 ഇത് ബലപരീക്ഷണത്തിൻ്റെ ഇത് വരുന്നത്? അങ്ങനെയാണെങ്കിൽ പണി തീരേണ്ട സമയം കഴിഞ്ഞില്ലേ? ഞാൻ ചോദിക്കുന്നത്, ബലപരിശോധനയ്ക്ക് വേണ്ടി ഗവൺമെൻറ് ഒത്തിരി കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കി, അത് കഴിഞ്ഞ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് നോക്കി, പാലക്കാട് IIT നോക്കി, അതിനുശേഷം വേറെ ഏജൻസിയെ ചെന്നൈയിൽ നോക്കി എന്ന് പറയുന്നു. കാരണം ബലമില്ല എന്ന് പറയുന്നത് വരെ പരിശോധനയാണ്, അല്ലാണ്ട് ബലപരിശോധനയല്ല. ബലമില്ല എന്ന് പറയുന്നത് വരെ പരിശോധനയാണ്. ഞാൻ പറയുന്ന സിമ്പിളായിട്ട് ആലോചിച്ചാൽ പോരായി. 9 കൊല്ലമായി 1 ലിറ്റർ പെയിൻറ്റ് പോലും അടിക്കാത്ത ആ സ്ഥാപനത്ത് ഇന്നും ഒരു കുലുക്കോ ഇല്ലാതെ പോട്ടല്ലോ. നമ്മുടെ കൺമുമ്പില്ലാതെ കാണുന്നത് ഇന്നും ഒരു പ്രശ്നമില്ലാതെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്ത് ബലപരിശോധനയായി ഇവർ നടത്തിയത്? ബലപരിശോധന നടത്തുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ആ അടിത്തൂണുകളെക്കുറിച്ച് ഇപ്പോഴും ആക്ഷേപമില്ല എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ടും അതൊരു ന്യായം പറഞ്ഞ് ഓണം വരാനൊരു മൂലം വേണ്ടേ? ഇത് പൊളിക്കാനൊരു കാരണം വേണ്ടേ? അത് പൊളിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമമാണ് ഒരിക്കലും ശരിയല്ല. അതുതന്നെയാണ് മോത്തി, രാഷ്ട്രീയ പ്രതികാര തീർക്കൽ തന്നെയാണ് എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കോട്ടയത്തെ സംബന്ധിച്ച് ഒരു കോട്ടയത്തിൻ്റെ ഐക്കോണിക് ആയി മാറേണ്ട ഒരു കാര്യമായിരുന്നു ഇത്തരത്തിൽ ആകാശപാത എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദമായിരിക്കുന്നത്. എന്തായാലും പൊളിച്ചു മാറ്റണമെന്ന് തന്നെയാണ് ബലപരിശോധന റിപ്പോർട്ടിൽ പറയപ്പെടുന്നത്. പാലക്കാട് IIT അതുപോലെ ചെന്നൈയിലെ സ്ട്രക്ചറൽ റിസർച്ച് സെന്ററും ചേർന്ന് നടത്തിയ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ കോട്ടയത്തെ ആകാശപാത അതിന് ബലപരിശോധനയുമായി ബന്ധപ്പെട്ട് ബലക്ഷയമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മേൽക്കൂര പൂർണ്ണമായും പൊളിച്ച് മാറ്റണമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.